ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സ് ഓൺലൈൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സര പരീക്ഷയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പേസ് ആൻഡ് ടെക്നോളജി. തിരിച്ചും മറിച്ചും സ്ഥിരം മത്സര പരീക്ഷയിൽ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, പലരെയും കുഴപ്പിക്കാറുണ്ട്. എങ്കിൽ ഇനി പേടിക്കേണ്ട, നമുക്ക് നല്ല നല്ല കണക്ഷനിലൂടെ സെറ്റ് ചെയ്ത് ബേസ് മുതൽ നന്നായിട്ട് ഉറയ്ക്കുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോകാം. അപ്പൊ ആ മാർക്കിന് നിങ്ങളെ വിട്ട് പോകത്തില്ല. സ്പേസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്ന് നമ്മുടെ രാജ്യം എത്രമാത്രം മുന്നിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പല പല പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സാറ്റലൈറ്റ് അയക്കാറുണ്ടല്ലേ. പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാറ്റലൈറ്റ് വിക്ഷേപിക്കാറുണ്ട്. കാലാവസ്ഥയ്ക്ക് വേണ്ടി അയക്കാറുണ്ട്, നാവിഗേഷന് വേണ്ടി അയക്കാറുണ്ട്, അല്ലെ, പഠനത്തിന് വേണ്ടിയിട്ട് അയക്കാറുണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ അയക്കാനായിട്ട് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾസ് വേണം. അതും നമ്മുടെ രാജ്യത്തിൽ പല ടൈപ്പ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഡിലൂടെ ഇങ്ങനെ ഓർക്കൂ, സെൽവിയാണ് ഈ ഉപഗ്രഹങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കുന്ന വെഹിക്കിൾ. അത് സെൽവി എന്ന് ഓർത്തോളൂ. SLV ആണ്. സെൽവി പിന്നെ അഡൽട്ട് ആവും, അപ്പൊ ASLV ആവും. പിന്നെ ഈ സെൽവി PG എടുക്കും എന്നാണ് പറഞ്ഞത്. അതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ PSLV, G എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ GSLV മാർക്ക് 3 ഉണ്ട്. ഇന്ത്യൻ ബഹിരാകാശത്തിലെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾസിലെ ബാഹുബലി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളെല്ലാം കോഡിലൂടെ പഠിക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇതൊക്കെ വരാനായിട്ട് കാര്യം, ഇതിനു വേണ്ടി ദീർഘവീക്ഷണത്തോടു കൂടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതില് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ 2 പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അറ്റോമിക് റിസർച്ചിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോമി ജെ ഭാഭ. അറ്റോമിക് ഭാഭ എന്നോർത്തോളൂ. എങ്കിൽ ഇന്ത്യയുടെ സ്പേസ് റിസർച്ചിന്റെ പിതാവ് ആര് എന്ന് ചോദിക്കും. അത് വിക്രം സാരാഭായി. സാരാ എന്നാൽ സ്പേസ് റിസർച്ച് എന്നോർത്തോളൂ. എങ്കിൽ നമ്മുടെ മിസൈൽ മാൻ വൺ ആൻഡ് ഓൺലി APJ അബ്ദുൽ കലാം ആണ്. അപ്പോൾ ഇവരൊക്കെ ഇതിന് തുടക്കം കുറിക്കാനായിട്ട് ആദ്യമായിട്ട് രൂപീകരിച്ച റിസർച്ച് സെന്ററുകളുണ്ട്. പിന്നെ കമ്മീഷൻസ് വന്നിട്ടുണ്ട്, ഇതിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കണം. ISRO വന്ന വർഷം പഠിക്കണം. ISROയ്ക്ക് മുന്നോടിയായിട്ട് ആ സ്ഥാനത്തുണ്ടായിരുന്ന ഓർഗനൈസേഷൻ ഇൻകോസ്പാർ എന്ന് പറയും, അത് പഠിക്കണം. പിന്നെ നമ്മുടെ രാജ്യത്ത് നിന്നും ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സെന്റർ, അത് നമ്മുടെ കേരളത്തിന്റെ തുമ്പത്തുള്ള തുമ്പയിലാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കണം. അവിടെ നിന്ന് വിക്ഷേപിച്ചിട്ടുള്ള റോക്കറ്റ്, അത് നമ്മൾ പഠിക്കണം. ഏത് രാജ്യമാണ് അതിന് സഹായിച്ചതെന്ന് പഠിക്കണം. പിന്നെ ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ചയച്ച ആദ്യത്തെ റോക്കറ്റ് ഏത് എന്ന് പഠിക്കണം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാനുണ്ട്. പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ ബഹിരാകാശ ഗവേഷണം, ചന്ദ്ര ഗവേഷണം, അതിനുപയോഗിച്ച പേടകങ്ങൾ, ഇതെല്ലാം പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ അവിടെ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചേക്കാം. അത് മാത്രമല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ സ്പേസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ട 2 പേരുകൾ, ഇതിനെയൊക്കെ തുടക്കം കുറിച്ച് ഇതിനൊക്കെ നെടുന്തൂണായിട്ട് നിന്ന 2 പേരുകൾ. ഒന്ന്, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഹോമി ജഹാംഗീർ ഭാഭയാണ്. നമ്മുടെ ആണവ പര്യവേഷണങ്ങളുടെ പിതാവ്, അഥവാ ആറ്റോമിക് റിസർച്ചിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന HJ ഭാഭ. അതുകൊണ്ട് തന്നെ ആറ്റോമിക് ഭാഭ എന്ന് ഓർത്തോളൂ. എങ്കിൽ രണ്ടാമൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായി ആണ്. സാര എന്നാൽ സ്പേസ് റിസർച്ച് എന്നോർത്തോളൂ. സ്പേസ് റിസർച്ചിന്റെ ഫാദർ ഇദ്ദേഹമാണ്. എങ്കിൽ ഇവർ 2 പേരും ആരുടെ ശിഷ്യൻ എന്ന് ചോദിക്കും. അത് വൺ ആൻഡ് ഓൺലി CV രാമന്റെയാണ്. CV രാമൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് 1930 ഫിസിക്സിൽ ആദ്യമായിട്ട് നോബേൽ നേടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് രാമൻ എഫക്ട് എന്ന കണ്ടുപിടുത്തത്തിനായിരുന്നു നോബേല് ലഭിച്ചത്. അത് 1928 ഫെബ്രുവരി 28 അദ്ദേഹം രാമൻ എഫക്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോ അതേ ഫെബ്രുവരി 28 തന്നെയാണ് നമ്മുടെ നാഷണൽ സയൻസ് ഡേ ആയിട്ടും ആചരിക്കുന്നത്. അദ്ദേഹത്തിന് നോബേല് ലഭിക്കുന്നത് 1930 1930 മറ്റു പ്രത്യേകതകൾ, ഇദ്ദേഹം നോബൽ മേടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം ചെയ്യാനായിട്ട് പോയി. എങ്കിൽ അതേ വർഷമാണ് ഫുട്ബോൾ വേൾഡ് കപ്പിൽ ആദ്യത്തെ ഫുട്ബോൾ ഉരുളുന്നത് ഉറുഗ്വയിൽ വെച്ച് എന്നും ഓർത്തോളൂ. അപ്പൊ ആദ്യത്തെ ഫുട്ബോൾ വേൾഡ് കപ്പും 1930 1930 CV രാമൻ ഫിസിക്സിൽ ആദ്യമായിട്ട് നോബേൽ നേടിയത്. എങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നതും 1930 അപ്പോ ആ CV രാമന്റെ
ശിഷ്യന്മാരാണ് ഇവര് രണ്ടുപേരും. അപ്പൊ മോശക്കാരാവാൻ ചാൻസ് ഇല്ലല്ലേ. അപ്പൊ നമുക്ക് ഹോമി ജഹാംഗീർ ഭാഭയുടെ അണ്ടറിൽ നമ്മുടെ രാജ്യത്ത് നിന്നും ആദ്യത്തെ ആണവ പര്യവേക്ഷണങ്ങളുടെ ചുവടുവയ്പ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും കൃത്യം 2 വർഷം മുന്നേ അദ്ദേഹം സ്ഥാപിച്ചതാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ഇത് ആറ്റോമിക് റിസർച്ചിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ചതാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ഇത് 1945 മുംബൈയിൽ ഭാഭ സ്ഥാപിച്ചു എന്ന് ഓർത്തോളൂ. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സഹായിച്ചത് സർ ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ടാറ്റ എന്ന പേരും വരാൻ കാര്യം. അപ്പൊ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ടാറ്റ ബൈ ബൈ എന്നല്ലേ പറയുന്നത്. ആ ബൈ ബൈ ഭാഭയാണ് എന്നോർത്തോളൂ. അതിലൊരു ബൈയും കൂടെ ഉണ്ട്, അത് മുംബൈയിൽ ആണ് എന്നും ഓർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്യൂ. എങ്കിലും കൃത്യം 3 വർഷം കഴിഞ്ഞ് 1948 ഓഗസ്റ്റ് 10-ലാണ് 1948 ആഗസ്റ്റ് 10 അദ്ദേഹത്തിന്റെ അണ്ടറില് അറ്റോമിക് എനർജി കമ്മീഷൻ വരികയാണ്. കൃത്യം 3 വർഷം കഴിഞ്ഞിട്ട് 1948 വരുന്നത്. എങ്കിൽ അതും കഴിഞ്ഞ് കൃത്യം 3ന്റെ ഇരട്ടിയല്ലേ 6 വർഷം കഴിഞ്ഞ് 1954 അദ്ദേഹത്തിന്റെ അണ്ടറിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയും വരുന്നത് എന്ന് ഓർത്തോളൂ. അപ്പോ അറ്റോമിക്കിനെ കുറിച്ചിട്ടുള്ള എന്ത് കാര്യമാണ് എന്നുണ്ടെങ്കിലും അതിന് തുറക്കം കുറിച്ചത് അറ്റോമിക് ഭാഭ ആണ് എന്നും ഓർത്തോളൂ. അപ്പൊ 1945 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 2 വർഷം മുന്നെയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ടാറ്റ ബൈ ബൈ എന്നല്ലേ, ആ ബൈ ബൈ ഭാഭയാണ്. ആ ബൈയിൽ ഒരു ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ആണ് എന്നും ഓർത്തോളൂ അദ്ദേഹത്തിന്റെ അണ്ടറിൽ തുടക്കം കുറിച്ചത്. അതും കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് 1948 കമ്മീഷൻ വരികയാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ. 1948 ഓഗസ്റ്റ് 10 വരുന്നു എന്നോർത്തോളൂ. എങ്കിൽ ആ 3ന്റെ ഇരട്ടി 6 1948 നിന്ന് 6 കൂട്ടിയാൽ 1954 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയും അദ്ദേഹത്തിന്റെ അണ്ടറിൽ തന്നെ വരുന്നു എന്നോർത്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആറ്റോമിക് റിസർച്ചിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ അണ്ടറിൽ വന്നാണ്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വർഷങ്ങൾ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് വെച്ചോളൂ. എങ്കിൽ ആറ്റോമിക് എനർജി കമ്മീഷന്റെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെയും ആദ്യത്തെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അതും ഹോമി ജെ ഭാഭ തന്നെയാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ അറ്റോമിക്കിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ നിന്നും ഒരു സൈഡിൽ ഇങ്ങനത്തെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ട് പാരലായിട്ട് നമ്മുടെ വിക്രം സാരാഭായും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. പിന്നെ അതിന്റെ വളർച്ച നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അണ്ടറിൽ വന്ന ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തില് ആദ്യത്തെ സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു ലബോറട്ടറി വരുന്നുണ്ട്. അതാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അത് സ്ഥാപിച്ചത് നമ്മുടെ സ്പേസ് റിസർച്ചിന്റെ ഫാദറായിട്ടുള്ള വിക്രം സാരാഭായി. സാര എന്നാൽ സ്പേസ് റിസർച്ച് ഭായി എന്നും ഓർത്തോളൂ. അപ്പൊ അദ്ദേഹമാണ് സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ട് ആദ്യത്തെ ലബോറട്ടറി, അതാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, അത് സ്ഥാപിച്ചത്. സ്പേസ് റിസർച്ച്, ഫിസിക്കൽ റിസർച്ച് അങ്ങനെ കണക്ട് ചെയ്തോളൂ. അത് എവിടെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹമ്മദാബാദിലാണ്. സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ലബോറട്ടറി അദ്ദേഹം ഇട്ടത് അഹത്ത് വെച്ചാണ് എന്നോർത്തോളൂ. അതാണ് അഹമ്മദാബാദ്. ഏത് വർഷമാണ് ഇത് നിലവിൽ വന്നതെന്ന് ചോദിക്കും. അത് 1947 ഓഗസ്റ്റ് 3 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം അതേ മാസം ഓർക്കാൻ എളുപ്പമുണ്ട്. 1947 ഓഗസ്റ്റ് 3 നമ്മുടെ സ്പേസ് റിസർച്ചിന്റെ ഫാദർ സാരാഭായി, സ്പേസ് റിസർച്ച് ഭായി ആണ് ആദ്യത്തെ ലബോറട്ടറി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി 1947 ഓഗസ്റ്റ് 3 സ്ഥാപിച്ചത് എന്ന് ഓർത്തോളൂ. ഓക്കെ, അങ്ങനെ സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ലബോറട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്, അഥവാ ദ ക്രാഡിൽ ഓഫ് ഇന്ത്യൻ സ്പേസ് എക്സ്പ്ലോറേഷൻ എന്നറിയപ്പെടുന്നതും ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ് എന്ന് ഓർത്തോളൂ. ഓക്കെ ആണേ. എങ്കില് അത് കഴിഞ്ഞ് കൃത്യം 15 വർഷം കഴിഞ്ഞിട്ടാണ് ഇൻകോസ്പാർ അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്നത് എന്ന് ഓർത്തോളൂ. ഇത് ISROയുടെ മുന്നോടിയായിട്ടുള്ള ഓർഗനൈസേഷനാണ് ഇൻകോസ്പാർ. 1947 ആദ്യത്തെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സാരാഭായിയുടെ അണ്ടറിൽ. കൃത്യം 15 വർഷം കഴിഞ്ഞ് 1962 ഇൻകോസ്പാർ വരുന്നു. ആ ഇൻകോസ്പാറിന്റെ ഏറ്റവും അവസാനമുള്ള 6 ഉണ്ടല്ലോ, അത് 2 എന്നോർത്തോളൂ. ആ 2 വെച്ചിട്ട് ഈ 62 അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ.
വർഷം ചോദിക്കും. ഈ ഒരു ചെറിയ ചെറിയ കോഡിലൂടെയൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മാർക്കാണ്. എങ്കില് ഇൻകോസ് പാർ വന്ന് തൊട്ടടുത്ത വർഷം 1963 നമ്മുടെ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും വരുന്നത്. അത് കേരളത്തിന്റെ തുമ്പിലാണ് എന്നോർത്തോളൂ. നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ട്രിവാൻഡ്രത്തെ തുമ്പയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വരുന്നത്. ഈ സ്റ്റേഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഭൂമധ്യരേഖയോട് ഏറ്റവും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുമാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്തുള്ള തുമ്പത്താണ് ഈ തുമ്പ സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. 1963 1962 ഇന്ത്യ ചൈന യുദ്ധം. ആ 62 ഇൻകോസ് പാർ വന്നു വിക്രം സാരാഭായിയുടെ അണ്ടറിൽ. ഇനി യവന്മാരെ വെറുതെ വിടാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഇന്ത്യ തോറ്റുപോയല്ലേ, ഇനി യവന്മാരെ തോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിച്ചു. ഇനി വന്നു കഴിഞ്ഞാൽ തുമ്പയിൽ നിന്നും റോക്കറ്റ് അയക്കൂടാ, ഒരു പേടിയൊക്കെ വേണം. അത് 1963 എങ്കിൽ അങ്ങനെ തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏത് എന്ന് ചോദിക്കും. അതാണ് നിക്കി അപ്പാച്ചെ. ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് ആണ്. നിക്കി അപ്പച്ചൻ പോവുകയാണേ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയെന്ന് ഓർത്തോളൂ. അതാണ് സൗണ്ടിങ് റോക്കറ്റ് ആദ്യത്തേത്. അത് അമേരിക്കയുടെ പ്രൊഡക്ഷൻ ആണ് ഈ റോക്കറ്റ് എന്നും ഓർത്തോളൂ. അപ്പോ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് നിക്കി അപ്പാച്ചെ. നിക്കി അപ്പാച്ചൻ പോവുകയാണെന്ന് സൗണ്ട് വെച്ചിട്ട് പോയി. നിക്കിയുടെ അപ്പച്ചൻ അമേരിക്കൻ അപ്പച്ചനാണ് എന്നും ഓർത്തോളൂ. അത് അമേരിക്കയുടെ റോക്കറ്റാണ് തുമ്പയിൽ നിന്നും ആദ്യം വിക്ഷേപിച്ചത്. എങ്കില് ഈ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തിട്ടുള്ള ഒരു ചർച്ച് ഉണ്ട്. അതാണ് സെന്റ് മേരി മഗ്ദലീന ചർച്ച് തുമ്പയിലുള്ളത്. അത് ചോദിച്ചിട്ടുണ്ട്. സെന്റ് മേരി മഗ്ദലീന ചർച്ചിൽ നിന്നാണ് അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം വിട്ടു നൽകിയത് എന്നും ഓർത്തോളൂ. എങ്കില് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ട് തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏത് എന്ന് ചോദിക്കും. അതാണ് രോഹിണി 75. ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റ്. അത് റോയിൽ തുടങ്ങുന്ന രോഹിണി 75 ആണ് എന്നും ഓർത്തോളൂ. അത് 1967 നവംബർ 20 വിക്ഷേപിക്കുന്നത്. ആദ്യത്തെ റോക്കറ്റ് നിക്കി അപ്പാച്ച് 1963 ചൈനയിൽ നിന്നുള്ള യുദ്ധം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും ആരംഭിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ റോക്കറ്റും വിക്ഷേപിക്കുന്നു. സൗണ്ടിങ് റോക്കറ്റ് നിക്കി അപ്പാച്ചെ അമേരിക്കൻ ആണ്. എങ്കിൽ അതും കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റ് രോഹിണി, അതും റോയിൽ തുടങ്ങുന്ന രോഹിണി 75 ആണ് 1967 നവംബർ 20 തുമ്പയിൽ നിന്നും വിക്ഷേപിക്കുന്നു. അപ്പൊ ഇതിന്റെ സന്തോഷത്തില് DD-1 അതേ വർഷം ഒരു പരിപാടിയും തുടങ്ങി എന്നോർത്തോളൂ. അതും വിക്രം സാരാഭായിയുടെ അണ്ടറില് കൃഷി ദർശനാണ്. സ്പേസ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി കർഷകർക്ക് കൃഷിയും കാര്യങ്ങളും അതിന്റെ വികസനമൊക്കെ പഠിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് DD-1 1967 കൃഷി ദർശൻ. ഇന്ത്യയുടെ തദ്ദേശീയ റോക്കറ്റ് ആയിട്ടുള്ള രോഹിണി 75 വന്നു. അപ്പൊ എല്ലാവരും കൃഷിയും ദർശിച്ചു, രോഹിണിയും ദർശിച്ചു എന്നോർത്തോളൂ. 1967 കൃഷി ദർശൻ വന്ന് 1967 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് എന്നും ഓർത്തോളൂ. എങ്കില് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പിന്നെ വന്നിട്ട് പേര് മാറുന്നുണ്ട്. VSSC ആവുന്നുണ്ട്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്നാവുന്നുണ്ട്. അത് 1972 എന്നും ഓർത്തോളൂ. ഇൻകോസ് പാർ വന്ന് 10 വർഷം കഴിഞ്ഞ്. ഇൻകോസ് പാർ വരുന്നത് എപ്പോഴാണ്? ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന വർഷം. അതും കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വന്നിട്ട് വിക്രം സാരാഭായി. കാരണം അതിനു വേണ്ടിയിട്ട് പണിപ്പെട്ടത് അല്ലെ, ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ ഒക്കെ ഫാദർ അദ്ദേഹം അല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് നൽകി എന്ന് ഓർത്തോളൂ. എങ്കില് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വന്നിട്ട് UN സമർപ്പിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിക്കും. അത് 1968 1963 ആരംഭിച്ചു. കൃത്യം 5 വർഷം പഞ്ചവത്സരം പൂർത്തിയാക്കിയപ്പോഴത്തേക്കും UN സമർപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇത് സമർപ്പിക്കുന്നതെന്നും ഓർത്തോളൂ. എങ്കില് ഇനി നോക്കേണ്ടതാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അത് നിലവിൽ വരുന്നത് 1969 ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നാണ്. 1969 രണ്ട് രീതിയിൽ ഓർത്തോളൂ. ISRO നിലവിൽ വരുന്ന വർഷം ഗാന്ധിജി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം 100 വർഷം കഴിയുമ്പോൾ 1869 ഗാന്ധിജി ജനിക്കുന്നത്. അത് കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞാണ് ISRO വന്നതെന്ന് ഓർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യത്തിലൂടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നീലാം സ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തുന്നത് 1969 അതേ വർഷം അതിന്റെ കലിപ്പിൽ ഇന്ത്യ പറഞ്ഞു, ശരി ഞാൻ ISRO സ്ഥാപിക്കുകയാണ്, ഇനി ഇൻകോസ് പാർ കൊണ്ടൊന്നും പ്രയോജനമില്ല,
അപ്പൊ ഇതിന്റെ മുന്നോടിയാണ് അതെന്നാണ് പറഞ്ഞത്. അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ത്യ തുടങ്ങി 1969 അങ്ങനെ കണക്ട് ചെയ്യാം. ISROയുടെ മോട്ടോ എന്ത് എന്നാൽ സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് അല്ലെ. സ്പേസ് ടെക്നോളജി മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ISROയുടെ മോട്ടോയെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതൊക്കെ ഞാൻ കൂടുതലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലെങ്കിൽ നോക്കൂ. എങ്കില് സ്പേസ് കമ്മീഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും നിലവിൽ വന്നത്, ഇത് രണ്ടും വരുന്നത് 1972 എന്നോർത്തോളൂ. ISRO തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ട്. എങ്കില് ഞാൻ പറഞ്ഞു അറ്റോമിക് എനർജിയുടെ കമ്മീഷൻ വരുന്നത് 1948 അതിൽ ആദ്യം അദ്ദേഹം മറ്റേ ടാറ്റയുടെ അണ്ടറിൽ വന്നിട്ടുള്ള ആറ്റോമിക് റിസർച്ചിന്റെ സ്ഥാപനം തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ട് ആറ്റോമിക് എനർജിയുടെ കമ്മീഷൻ വരുന്നു. ആറ്റോമിക് എനർജിയുടെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് അതും കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞ് 1954 എങ്കിൽ അതേപോലെ അത് അറ്റോമിക് എനർജിയാണ്. സ്പേസിനാണെന്നുണ്ടെങ്കിൽ സ്പേസിന്റെ കമ്മീഷനും ഡിപ്പാർട്ട്മെന്റും രണ്ടും വരുന്നത് 1972 എന്ന് കണക്ട് ചെയ്തോളൂ. എങ്കിൽ ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ എന്ന് ചോദിക്കും. അത് അന്തരീക്ഷ് ഭവനാണ്. ISRO എന്നാൽ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, സ്പേസ് ആണ് റിസർച്ച് ചെയ്യുന്നത്. സ്പേസ് എന്നാൽ അന്തരീക്ഷം അല്ലേ. അപ്പൊ ആ പേരുമായിട്ട് സാമ്യമുള്ള അന്തരീക്ഷ് ഭവനാണ്, അത് ബാംഗ്ലൂരുവിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഓർത്തോളൂ. എങ്കില് ISROയുടെ ഫസ്റ്റ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായി ആണ്. സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഫസ്റ്റ് എന്ന് ചോദിച്ചിരുന്നാലും അത് സ്പേസ് റിസർച്ചിന്റെ ഫാദർ ആയിട്ടുള്ള സ്പേസ് റിസർച്ച് ഭായി, അതാണ് വിക്രം സാരാഭായി തന്നെയാണ് എന്ന് ഓർത്തോളൂ. എങ്കില് അറ്റോമിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് ഭാഭ, ഹോമി ജഹാംഗീർ ഭാഭയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ISROയില് ചെയർമാനായിട്ടിരുന്നത് പക്ഷെ എന്താണ് സതീഷ് ധവാനാണ്. സതീഷ് ധവാനാണ് ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ ആയിട്ടിരുന്നത്. അദ്ദേഹം 3ാമത്തെ ISRO ചെയർമാൻ ആണെന്ന് തോന്നുന്നു. എങ്കിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഉണ്ട്, അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീഹരിക്കോട്ടയിലാണ് എന്നും ഓർത്തോളൂ. സതീഷ് ശ്രീഹരി അങ്ങനെ കണക്ട് ചെയ്യണം. എങ്കിൽ ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആര് എന്ന് ചോദിക്കും. അത് ഡോക്ടർ V നാരായണനാണ് എന്നും ഓർത്തോളൂ. ഇപ്പോഴൊക്കെ വന്നിട്ട് സാറ്റലൈറ്റ് വിട്ടതിന് ശേഷം ജയിച്ചിരുന്നാലും അല്ലെങ്കിൽ അത് പരീക്ഷണം പരാജയപ്പെട്ടിരുന്നാലും നാരായണ എന്ന് പറയും എന്നോർത്തോളൂ ഈ സയന്റിസ്റ്റ് എല്ലാവരും. അത് കോഡിനായിട്ട് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അതാണ് ഡോക്ടർ V നാരായണൻ. എങ്കില് 1969 ഞാൻ പറഞ്ഞായിരുന്നു ISRO വന്നപ്പോഴത്തേക്കും സ്പേസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നുണ്ടായിരുന്നു. അതേ വർഷം തന്നെയാണ് നീലാം സ്ട്രോങ് ആയിട്ട് ചന്ദ്രനിൽ കാല് കുത്തിയത് എന്ന്. അമേരിക്കയുടെ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചന്ദ്രനിലേക്ക് പോകുന്നത്. എങ്കില് അതേ വർഷം തന്നെയാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. നാസയുമായിട്ട് ചേർന്ന് സൈറ്റ് ടെലിവിഷൻ പ്രോഗ്രാമിൽ വന്നിട്ട് അതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതും 1969. ഇതും വിക്രം സാരാഭായിയുടെ സ്വപ്ന പദ്ധതിയാണ്. സൈറ്റ് എന്നാൽ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് ആണ് സൈറ്റ്. നീലാം സ്ട്രോങ് കാലുകുത്തിയത് 69. അപ്പൊ അദ്ദേഹവും അവിടെ നിന്ന് സൈറ്റ് ചെയ്തു എന്നോർത്തോളൂ. അങ്ങനെയും കണക്ട് ചെയ്തോളൂ. അതിന്റെ എഗ്രിമെന്റ് നാസയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുമായിട്ട് ചേർന്ന് 1969 സൈൻ ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ റോക്കറ്റും അമേരിക്കയുടേതായിരുന്നു. ആദ്യത്തെ ടെലിവിഷൻ എക്സ്പെരിമെന്റ് സ്പേസിനെ കുറിച്ചിട്ടുള്ളതും വന്നിട്ട് അമേരിക്കയുടെ സഹായത്തോടുകൂടി നാസയുമായിട്ട് ചേർന്നുള്ള എഗ്രിമെന്റ് ആണ് എന്നും ഓർത്തോളൂ. അപ്പോ 1969 സൈറ്റിന്റെ എഗ്രിമെന്റ് വയ്ക്കുന്നത് എങ്കിലും അതും കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ട് 1975 സൈറ്റ് നിലവിൽ വരുന്നത് എന്നും ഓർത്തോളൂ. ഞാൻ പറഞ്ഞു ഇത് വിക്രം സാരാഭായിയുടെ സ്വപ്ന പദ്ധതിയാണ്. പക്ഷെ ഇത് നടപ്പിലാവുന്ന സമയത്ത് അദ്ദേഹം ജീവനോടെ ഇല്ല എന്നും ഓർത്തോളൂ. 1971 അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രത്തെ കോവളത്ത് വെച്ചിട്ട് മരണപ്പെടുന്നത്. എങ്കില് നമ്മുടെ ആറ്റോമിക് റിസർച്ചിന്റെ ഫാദർ മരണപ്പെടുന്നത് 1966 സ്വിറ്റ്സർലാൻഡിലെ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ വെച്ചിട്ടാണ്. രണ്ടുപേരുടെ മരണങ്ങളും ദുരൂഹത നിറഞ്ഞതാണ്. പക്ഷെ അവരുടെ മരണം കൊണ്ടൊന്നും അവർ ചെയ്തു വെച്ച കർമ്മങ്ങൾ ആർക്കും മായ്ക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് നമ്മുടെ സ്പേസ് ആൻഡ് ടെക്നോളജിക്ക് അവരുടെ മരണശേഷവും ഇന്നും നമ്മുടെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന പല കണ്ടുപിടുത്തത്തിന്റെയും കാരണക്കാരായി അവര് മാറുക തന്നെ ചെയ്തു. അപ്പോൾ 1975 അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ സൈറ്റ് പ്രാബല്യത്തിൽ വരുന്നത് എന്ന് ഓർത്തോളൂ. ഇത് 6ഓളം സംസ്ഥാനങ്ങളില് 20ഓളം ഡിസ്ട്രിക്റ്റില് അല്ലെങ്കിൽ 2400ഓളം ഡെവലപ്പ് ആവാത്ത വില്ലേജുകളിലെ ആൾക്കാർക്ക് സ്പേസ് ടെക്നോളജി എന്താണ് എന്നും അതിനെക്കുറിച്ച് ധാരണയും എഡ്യൂക്കേഷനും നടത്താനായിട്ട് കൊണ്ടുവന്ന TV പ്രോഗ്രാം കൂടിയാണ് ഇത് എന്നും ഓർത്തോളൂ.
അപ്പൊ അടുത്ത പോയിന്റ് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ISROയുടെ കീഴിൽ വിക്ഷേപിച്ചിട്ടുള്ള സാറ്റലൈറ്റുകൾ നമ്മളെല്ലാം പഠിക്കേണ്ടതുണ്ട്. ഈ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനായിട്ട് നമ്മുടെ ഭ്രമണപഥത്തിന്റെ അപ്പുറത്ത് എത്തിക്കാനായിട്ട് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകൾ വേണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സെൽവി എന്ന് ഓർത്തോളൂ. പിന്നെ അഡൽട്ട് ആകുമ്പോൾ ASLV, പിന്നെ PG എടുക്കും, PSLV, GSLV. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ നമ്മുടെ വന്നിട്ട് ഓരോരോ ദൗത്യങ്ങൾ, സാറ്റലൈറ്റിന്റെ ദൗത്യങ്ങൾ, നമ്മുടെ ചാന്ദ്ര ദൗത്യമുണ്ട്, പിന്നെ വന്നിട്ട് ചൊവ്വ ദൗത്യമുണ്ട്, പിന്നെ ആദിത്യ L1 ഉണ്ട്. അങ്ങനെ നമുക്ക് പഠിക്കേണ്ട A to Z എല്ലാ കാര്യവും അത് വന്ന വർഷങ്ങളും കോഡിലൂടെ സെറ്റ് ചെയ്തുള്ള ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ആദ്യം എടുത്തത്. അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആവശ്യം എന്ന് ഉള്ളത് കൊണ്ട്. അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ക്ലാസിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. കാരണം നല്ല നല്ല കോഡിലൂടെയാണ് സെറ്റ് ചെയ്ത് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരിക്കൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയയും കിട്ടും, നിങ്ങൾ മറക്കത്തുമില്ല. വർഷങ്ങൾ ഉൾപ്പെടെ കോഡിലൂടെ സെറ്റ് ചെയ്താണ് ആ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കാണൂ. അത് മാത്രമല്ല മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആയുധങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ടല്ലേ. DRDOയുടെ പര്യവേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യം തദ്ദേശമായിട്ട് നിർമ്മിച്ച ആയുധങ്ങളും അല്ലാത്ത ആയുധങ്ങളെല്ലാം ചോദിക്കും. നമ്മുടെ ആദ്യത്തെ ടാങ്കർ ഏത് എന്ന് ചോദിക്കും, ടാങ്കർ വേദ മിസൈൽ ഏത് എന്ന് ചോദിക്കും, സർഫസ് ടു സർഫസ് മിസൈൽ ഏത് എന്ന് ചോദിക്കും, സർഫസ് ടു എയർ മിസൈൽ ഏത് എന്ന് ചോദിക്കും, എയർ ടു എയർ മിസൈൽ ഏത് എന്ന് ചോദിക്കും, നമ്മുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി ഏത് എന്ന് ചോദിക്കും, ആദ്യത്തെ യുദ്ധ കപ്പൽ ഏത് എന്ന് ചോദിക്കും. അങ്ങനെ പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പൃഥ്വിയുടെ മറ്റൊരു രൂപാന്തരണം ഏത് എന്ന് ചോദിക്കും. പൃഥ്വിയെ പോലെ മറ്റൊരു നടനല്ലേ ധനുഷും. നമ്മൾ അങ്ങനെയൊക്കെ കോഡിലൂടെ സെറ്റ് ചെയ്ത് മറ്റൊരു ക്ലാസ്സും എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാസിന്റെ എൻഡ് കാർഡിൽ രണ്ടിന്റെ ലിങ്കും വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും കാണൂ. ഈ 3 ക്ലാസ്സും കൂടെ ആവുമ്പോഴത്തേക്കും ആയിരിക്കും നിങ്ങൾക്ക് ഈ പോർഷനിൽ നിന്നും നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യവും കവർ ആവുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് പോകത്തില്ല. അപ്പോ നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നു സൈറ്റില് നമ്മുടെ രാജ്യത്തിന്റെ സ്പേസ് ഓർഗനൈസേഷനുമായിട്ട് ചേർന്ന് സൈൻ ചെയ്തത് വന്നിട്ട് നാസയാണ്. എങ്കിൽ ഈ നാസയുടെ ഫുൾ ഫോം ചോദിക്കും. നാസയുടെ ഫുൾ ഫോം എന്ത് എന്നാൽ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നത്. ഈ ലാസ്റ്റിലത്തെ A എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി എന്ന് വിചാരിക്കും. ഏജൻസി അല്ല, അത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇപ്പൊ അഡ്മിന്റെ കാലമാണല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിനൊക്കെ ഒരു അഡ്മിൻ ഉള്ളത് പോലെ. അപ്പൊ ലാസ്റ്റ് ഉള്ള ഈ നാസയ്ക്കും അവസാനം ഉള്ളത് അഡ്മിൻ ആണ്, ഏജൻസി അല്ല എന്ന് ഓർത്ത് വയ്ക്കൂ. അത് അഡ്മിനിസ്ട്രേഷൻ ആണ്. എങ്കില് റഷ്യയുടെ സ്പേസ് ഏജൻസി അറിയപ്പെടുന്നത്, അത് ചോദിക്കും, റോസ് കോസ്മോസ് ആണ്. റഷ്യ കാശ് മുടക്കിയല്ലേ സ്പേസിലോട്ട് അയക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. റഷ്യ കാശ് മുടക്കുന്നതുകൊണ്ട് റോസ് കോസ്മോസ്, റഷ്യൻ കാശ് എന്ന് ഓർത്തോളൂ. എങ്കിലും ഈ രാജ്യങ്ങളുടെ ഭാഗമായിട്ട് സ്പേസിലോട്ട് പര്യവേഷണങ്ങളൊക്കെ ആയിട്ട് അയക്കപ്പെടുന്ന ആൾക്കാർക്ക് ഓരോ പേരുണ്ട്. USA നിന്നും അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്ട്രോനോട്ട്സ് ആണ് എന്ന് ഓർത്തോളൂ. നീലാം സ്ട്രോങ് എന്നൊക്കെ പറയുന്ന പോലത്തെ, ലാം സ്ട്രോങ് എന്നൊക്കെ പറയുന്ന പോലത്തെ പേരല്ലേ ആസ്ട്രോനോട്ട്സ്. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. എങ്കിൽ റഷ്യയിൽ നിന്നാണ് എന്നെങ്കിൽ കോസ്മോനോട്ട്സ് ആണ്. റഷ്യയിൽ നിന്നുള്ള സ്പേസ് ഏജൻസിയുടെ പേര് റോസ് കോസ്മോസ്. അതിന്റെ ഏറ്റവും അവസാനമുള്ള കോസ്മോസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കോസ്മോനോട്ട്സ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ചൈനയിൽ നിന്നും പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തായ്ക്കോനോട്ട്സ്. എല്ലാത്തിന്റെ അവസാനം ഒരു നോട്ട്സ് കാണുമല്ലോ. എങ്കിൽ ചൈനയിൽ നിന്ന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തായ്ക്കോനോട്ട്സ് ആണ് എന്നും ഓർത്തോളൂ. ചൈ തായ് അങ്ങനെയും കണക്ട് ചെയ്തോളൂ. അപ്പൊ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആദ്യത്തെ സ്പേസ് എക്സ്പെരിമെന്റ് ആണ്. സ്പേസ് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ആദ്യത്തെ സാറ്റലൈറ്റ് ഏത് എന്ന് ചോദിക്കും. അത് സ്പുട്നിക് 1 ആണ്. സ്പുട്നിക്, ആ പേര് കേൾക്കുമ്പോ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. സ്പുട്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുടിൻ ഒളിഞ്ഞിരിപ്പില്ലേ. പുടിൻ ആരാണ്? റഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ പഴയ USSRന്റെ ഭാഗമല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ ആ സ്പുട്നിക്കിൽ ഇങ്ങനത്തെ ഒരു പേരുണ്ട്, റസ്പുട്ടിൻ. ആ റസ്പുട്ടിൻ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? റസ്പുട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കപടനായ സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹവും വന്നിട്ട് USSRന്റെ ഭാഗമായിരുന്നു, റഷ്യക്കാരനായിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും റഷ്യയാണ് അഥവാ USSR ആണ്. അന്നത്തെ USSR 1957 ആദ്യത്തെ സ്പേസ് എക്സ്പെരിമെന്റ് സാറ്റലൈറ്റ് ആയിട്ടുള്ള സ്പുട്നിക് വിക്ഷേപിച്ചിട്ടുള്ളത്. ഉഷാറായിട്ട് ആദ്യത്തെ സ്പേസ് എക്സ്പെരിമെന്റ് സാറ്റലൈറ്റ് വിക്ഷേപിച്ചു എന്ന് ഓർത്തോളൂ. എങ്കിൽ അതേ വർഷം 1957 ലൈക്ക എന്ന നായയെ സ്പുട്നിക് 2 വന്നിട്ട് സ്പേസിലേക്ക് എത്തിച്ചത്. സ്പേസിലേക്ക് ലൈക്കയെ എത്തിച്ചു എന്ന് ഓർത്തോളൂ. USSR ഉഷാറായിട്ട് ആ വർഷവും സ്പുട്നിക് 2 ലൈക്കയെ എത്തിച്ചത്.
അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് അവരുടെ ഒരു സമാന്തര ശക്തി ഇരിക്കുകയാണ്. അവര് ചുമ്മാതിരിക്കൂ. ആ സമയത്ത് ഈ സ്പേസ് എക്സ്പെരിമെന്റിലൊക്കെ USSR അമേരിക്കയും തമ്മിൽ വളരെയധികം മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്, ധാരാളം പണവും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ 57 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഫസ്റ്റ് US സാറ്റലൈറ്റ് അയക്കുകയാണ്. അതാണ് എക്സ്പ്ലോറർ 1. അപ്പൊ US പറഞ്ഞു നമ്മളും എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം സ്പേസില്. അങ്ങനെ എക്സ്പ്ലോറർ 1 USSRൽ നിന്നും വരാണെന്നുണ്ടെങ്കിൽ സ്പുട്നിക്, പുടിൻ പോലത്തെ പേരാണ് എന്ന് ഓർത്തോളൂ. ഇത് 1958ലാണ് US ഭാഗത്തു നിന്നും ആദ്യത്തെ ഇത് വന്നതെന്നും ഓർത്തോളൂ. അപ്പോ റഷ്യ അന്ന് കണ്ടിട്ട് ഇറങ്ങി തിരിച്ചു കളഞ്ഞു. എങ്കിലും നിങ്ങൾ ആദ്യത്തെ വിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി സ്പേസിലോട്ട് ആദ്യത്തെ മനുഷ്യനെ വിടും, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് 1961 യൂറി ഗഗാറിനെ അയച്ചു. ഈ വർഷം അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എങ്കിലും കേട്ടിരിക്കൂ. യൂറി ഗഗാറിനെ ഗഗനമായ സ്പേസിലോട്ട് ഉഷാറായിട്ട് റഷ്യ അയച്ചു എന്നോർത്തോളൂ. അത് 1961 ഏപ്രിൽ 2 അപ്പൊ യൂറി ഗഗാറിൻ പോയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് ചോദിക്കും. അത് വോസ്റ്റോക്ക് 1 ആദ്യമായിട്ട് സ്പേസിൽ പോയ മനുഷ്യനാണ്. ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പേടി കാണുമല്ലേ, അപ്പോ തോക്കും കൊടുത്ത് വിട്ടു എന്ന് ഓർത്തോളൂ. അതാണ് വോസ്റ്റോക്ക് 1. എങ്കില് ആദ്യമായിട്ട് സ്പേസിൽ പോയ അമേരിക്കൻ ആര് എന്ന് ചോദിക്കും. അതിന്റെ തൊട്ടടുത്ത വർഷങ്ങളിലാണ് അലൻ ഷെപ്പേർഡ് പോയത്. അദ്ദേഹം അമേരിക്കക്കാരനാണ്. എങ്കിൽ അമേരിക്ക പറഞ്ഞു, ആഹാ അത്രയ്ക്കായോ, നീ ഈ ഗഗനമായിട്ടുള്ള സ്പേസിൽ ഗഗാറിനെ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബേഡിനെ അയക്കും. അതാണ് ഷെപ്പേർഡ്, അതാണ് അലൻ ഷെപ്പേർഡ് USA അയച്ചു എന്നോർത്തോളൂ. എങ്കിൽ സ്പേസിൽ പോയ ആദ്യത്തെ വനിത ഏത് എന്ന് ചോദിക്കും. ആ വനിതയ്ക്ക് ഒരു വാലുണ്ടായിരുന്നു എന്നോർത്തോളൂ. ഒരു വാല് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ സ്പേസിൽ ഒറ്റയ്ക്ക് പോകത്തുള്ളൂ. അതാണ് വാലന്റീന തെരഷ്കോവ. അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ ഫസ്റ്റ് സ്പേസ് ടൂറിസ്റ്റ് ആര് എന്ന് ചോദിക്കും. സ്പേസിൽ ടൂറിസത്തിന് പോയവൻ ടിറ്റോ. അങ്ങനെ ഓർത്തോളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ഡെന്നിസ് ടിറ്റോ. ടൂറിസത്തിന് പോയി. അങ്ങനെ കണക്ട് ചെയ്യണം. എങ്കില് ആദ്യത്തെ മൂൺ മിഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും റഷ്യയിൽ നിന്നും ഉഷാറായിട്ട് അയച്ച ലൂണ 1. ലൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ വേർഡ് പ്രകാരം ചന്ദ്രൻ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ 1957 സ്പുട്നിക് 1 വന്നിട്ട് ഉഷാറായിട്ട് അയക്കുന്നത്. അതേ വർഷം തന്നെ ലൈക്ക എന്ന് പറയുന്ന നായയെ സ്പുട്നിക് 2 സ്പേസിലേക്ക് എത്തിച്ചു. തൊട്ടടുത്ത വർഷം അമേരിക്ക പകരം വീട്ടാനായിട്ട് എക്സ്പ്ലോറർ 1 അയച്ചു 1958. അപ്പൊ അമേരിക്ക സ്പേസിലേക്ക് എക്സ്പ്ലോറർ 1 അയച്ചതിന്റെ അടുത്ത വർഷം USSR ഉഷാറായിട്ട്, ഉഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USSRന്റെ കോഡാണ് എന്നോർത്തോളൂ, ഉഷാറായിട്ട് നേരെ ചന്ദ്രനിലോട്ടാണ് ലൂണ 1 അയക്കുന്നത്. ലാറ്റിനിലെ ലൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് തന്നെയാണ് 1959. ഇത്രയും ആയപ്പോഴത്തേക്കും അമേരിക്ക ദേഷ്യം വരും. ഇനി നമ്മൾ ചന്ദ്രനിലോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആളും കാണൂടാ. അങ്ങനെ അതും കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് 1969 ഞാൻ പറഞ്ഞു ISRO വന്ന വർഷം, സൈറ്റ് എഗ്രിമെന്റ് വന്ന വർഷം 1969 നീലാം സ്ട്രോങ് ഉൾപ്പെടെയുള്ളവരെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോളോ 11 അമേരിക്ക കയറ്റി അയച്ചു. അപ്പോൾ ഞങ്ങൾ ആളുൾപ്പെടെ അയക്കും. അതാണ് അപ്പോളോ 11. ഈ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മനുഷ്യന്റെ 2 കാല് പോലെയല്ലേ, അങ്ങനെയും ഓർത്തോളൂ. അപ്പോളോ 11 നീലാം സ്ട്രോങ് ഉൾപ്പെടെ പോയി. അങ്ങനെ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുത്തിയത് നീലാം സ്ട്രോങ് ആണ്, അമേരിക്കക്കാരനാണ്. എങ്കിൽ രണ്ടാമത് കാല് കിട്ടിയത് ബെസ് ലാഡ്രിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. എങ്കിൽ അതിൽ കൂടെ പോയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. അതാണ് മൈക്കിൾ കോളിൻസ്. അദ്ദേഹം മൈക്ക് വഴി ഇൻഫർമേഷൻ നൽകി എന്നും ഓർത്തോളൂ. എങ്കിൽ ഇന്ത്യയിൽ നിന്നും സ്പേസിലേക്ക് ആദ്യമായിട്ട് ആരാണ് പോയതെന്ന് ചോദിക്കും. അത് രാകേഷ് ശർമ്മയായിരിക്കും. നിങ്ങൾക്ക് അറിയാം ഏത് വർഷമാണ് എന്ന് ചോദിക്കും. നമുക്ക് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യക്ക് നേടിയത്, കപിലും ചെകുത്താന്മാരും നേടിയത് 1983 സിനിമയുണ്ടല്ലേ, അതിന്റെ തൊട്ടടുത്ത വർഷം. അല്ല എന്നുണ്ടെങ്കിൽ അമൃത്സറില് ഗോൾഡൻ ടെമ്പിളിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984. അത് നടന്നപ്പോൾ രാകേഷ് ശർമ്മയും സ്പേസിലേക്ക് പോയി എന്ന് ഓർത്തോളൂ. രാകേഷ് ശർമ്മയെ യൂസ് ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അത് USSR ആണ് എന്നും ഓർത്തോളൂ. USSR ആണ് രാകേഷ് ശർമ്മയെ സ്പേസിലേക്ക് എത്തിച്ചത്. ഉഷാറായി രാകേഷ് ശർമ്മയെ യൂസ് ചെയ്തു എന്ന് ഓർത്തോളൂ. ഉഷാർ എന്നാൽ USSR ആണ്. രാകേഷ് ശർമ്മയെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂസ് സൊയൂസ് ആണ്. സൊയൂസ് T11 എന്ന പേടകത്തിലാണ് അദ്ദേഹം സ്പേസിലേക്ക് പോയത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. എങ്കിൽ ഫസ്റ്റ് വുമൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ സ്പേസിലേക്ക് പോയത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, കൽപ്പന ചൗളയാണ്. എങ്കില് സ്പേസില് പല ദൗത്യത്തിലായിട്ട് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ലേഡി ആര് എന്ന് ചോദിക്കും. അത് സുനിത വില്യംസ് ആണ്. 62 മണിക്കൂർ 6 മിനിറ്റ് എന്നാണ് അവർ നടന്നിട്ടുള്ളത്. ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ആ ലേഡി ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് ഇങ്ങനെ ഓർത്ത് വെക്കൂ. അത് മാത്രമല്ല സുനിത വില്യംസ് ആണ് ഈയിടയ്ക്ക് 9 മാസത്തോളം സ്പേസിൽ സ്റ്റക്കായ
ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വനിത അവര് ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്ന മിഷന്റെ ഭാഗമായിട്ട് പോയപ്പോഴത്തേക്കാണ് അവിടെ സ്റ്റക്കായി പോയത് പാവം. എങ്കിലും സ്പേസിൽ മാരത്തോൺ റൺ ചെയ്തിട്ടുള്ള ലേഡി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും സുനിത വില്യംസ് ആണ്. ഇത്രയും കാലമൊക്കെ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും മാരത്തോൺ ഓടാനൊക്കെ തോന്നുമല്ലേ? ഈ മിഷന്റെ ഭാഗമായിട്ടല്ല, അതിന് മുന്നെയാണ് അവർ മാരത്തോൺ ഓടിയിട്ടുള്ളത് സ്പേസിൽ. അപ്പൊ ഇതെല്ലാം സുനിത വില്യംസ് ആണ് എന്ന് ഓർത്തോളൂ. എങ്കില് ഒറ്റ മിഷന്റെ ഭാഗമായിട്ട് പോയിട്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്നിട്ടുള്ള റെക്കോർഡ് നേടിയിട്ടുള്ള മാൻ ആര് എന്ന് ചോദിക്കും. അത് കൈ ഷൂസയും പിന്നെ സോങ് ലിങ്ഡോങ്ങും ആണ്. സുനിത വില്യംസ് സ്പേസിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള വുമൺ ആണ് കേട്ടോ, മാൻ അല്ലാതെ വേറെ ഉണ്ട്. എങ്കിലും ഒറ്റ മിഷനിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ആൾക്കാർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയിലെ കൈ ഷൂസെ, കയ്യിൽ ഷൂസ് ഇട്ട ഒരുത്തനും പിന്നെ സോങ് ലിങ്ഡോങ്ങുമാണ്. ഒരു സോങ് ഒക്കെ പാടിയിട്ട് ഒറ്റ സ്ട്രെച്ചില് 9 മണിക്കൂർ 6 മിനിറ്റോളം യവന്മാര് നടന്നു എന്നോർത്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ISRO വിക്ഷേപിച്ചിട്ടുള്ള സാറ്റലൈറ്റും ദൗത്യങ്ങളും കോഡിലൂടെ എടുത്തിട്ടുള്ള ക്ലാസ് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് മാത്രമല്ല DRDOയുടെ മിസൈൽ, പലതരത്തിലുള്ള മിസൈലുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പിന്നെ കപ്പലുകൾ പഠിക്കേണ്ടതുണ്ട്, യുദ്ധ ടാങ്കറുകൾ പഠിക്കേണ്ടതുണ്ട്. പഠിക്കേണ്ട എല്ലാ കാര്യവും കോഡിലൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ഉണ്ട്. അതിന്റെ ലിങ്കും ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. രണ്ടും നിങ്ങൾ കാണും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ക്ലാസ്സും ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും കവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചേക്കാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ വീണ്ടും നിങ്ങളിലേക്ക് റെഗുലറായിട്ട് എത്തുവാനായിട്ട് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കൂ.